കോൺഫിഡൻസ് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളൊരു വേർഡാണ്. ഇത് ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം വളരെ കോമൺ ആയിട്ട് മനസ്സിലാവും. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പൊതുവെ ഇന്ത്യക്കാർക്കാണ് അത് ഏറ്റവും കുറവ്. അതായത് നമുക്കൊരു കാര്യം ചങ്കൂറ്റത്തോടെ ചെയ്യാനോ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് അതിൽ തെറ്റുണ്ടാവും. തീർച്ചയായിട്ടും നമ്മളെടുക്കുന്ന ഒരു ഡിസിഷനിൽ ഒരുപാട് മിസ്റ്റേക്കുകളും ഒരുപാട് തെറ്റും കാണും. പക്ഷേ എങ്കിൽ പോലും ആത്മാർത്ഥമായിട്ട് ചെയ്യാൻ, അതായത് ശുഭാപ്തി വിശ്വാസത്തോടെ ഇത് വിജയിക്കും, എനിക്കത് നടത്താനുള്ള കഴിവുണ്ട് എന്ന് ചിന്തിച്ചൊരു കാര്യം ചെയ്യാനായിട്ട് ഏറ്റവും പുറകിൽ നിൽക്കുന്നത് ഇന്ത്യക്കാരാണ്. കാരണം ഞാൻ എൻ്റെ ഒരു കാലഘട്ടത്തിൽ നിന്നാണ് സംസാരിക്കുന്നത്. കാരണം ഒരു സ്കൂളിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അറിയാമെങ്കിൽ പോലും എഴുന്നേറ്റ് നിന്ന് പറയാനുള്ള ചങ്കൂറ്റം പലപ്പോഴും ആ കാലഘട്ടത്തിലെ പിള്ളേർക്ക് വളരെ കുറവായിരുന്നു. എന്തുകൊണ്ടാണ്? നമുക്ക് പേടിയാണ്. ആരെയൊക്കെ പേടി? സ്കൂളിനെ പേടി, കൂട്ടുകാരെ പേടി, എല്ലാവരെയും പേടി. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പേടി വരുന്നത്? നമ്മുടെ കോൺഫിഡൻസ് ഇല്ലായ്മയാണ്. അതായത് തെറ്റാണ് പറയുന്നതെങ്കിൽ പോലും അത് നമ്മുടെ ആ ഐഡിയോളജീനെ തുറന്ന് പറയാനുള്ള ഒരു കഴിവ് കുറവാണ്, അല്ലെങ്കിൽ തുറന്ന് പറയാനുള്ള ഒരു കോൺഫിഡൻസ്, ഒരു ധൈര്യം നമുക്കില്ല. അതാണ് ഈ കോൺഫിഡൻസിൻ്റെ പ്രത്യേകത. ധൈര്യമില്ല. എങ്ങനെ ഈ ധൈര്യം നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത്? അത് നമ്മുടെ സ്കൂളിൽ എന്തുകൊണ്ടാണ് ഇന്ന് സ്കൂളിൽ പ്രാകൃതമായ ശിക്ഷാ നടപടികൾ പിള്ളേർക്ക് പാടില്ല എന്ന് പറയുന്നത്? കാരണം പിള്ളേരുടെ കോൺഫിഡൻസ് കൂട്ടാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ഒരു കോൺഫിഡൻസ് കുറയ്ക്കുന്ന ഒരു അന്തരീക്ഷമാണ് നമ്മുടെ കാലഘട്ടത്തിലുള്ളത്. കാരണം ഒരു കൊച്ചൊരു അഭിപ്രായം പറഞ്ഞു. അഭിപ്രായം പറയുന്നത് ശരിയല്ല എന്ന് ശിക്ഷണ രീതിയിലൂടെയും അങ്ങനെ പറയരുത്, അവരെ ബഹുമാനിക്കണം, ഒരുപാട് ബഹുമാനം കൂടുതൽ കാണിക്കണം എന്ന് പറയുന്ന ഒരു സൊസൈറ്റിയിലേക്കായിരുന്നു ആ കാലഘട്ടം നീങ്ങിക്കൊണ്ടിരുന്നത്. ഇന്നൊക്കെ ഇതിന് കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. കാരണം എന്താണ് ഒരു ഡെമോക്രസിയുടെ, അല്ലെങ്കിൽ ഒരു ഡെമോക്രസിയുടെ കാതല എന്ന് പറയുന്നത് അഭിപ്രായം പറയാനുള്ള ഒരു ചങ്കൂറ്റവും അഭിപ്രായം പറയാനുള്ള ഒരു സ്വാതന്ത്ര്യവുമാണ്. ഇത് രണ്ടും പ്രധാനപ്പെട്ട. അതിനുള്ളൊരു ചങ്കൂറ്റം വേണം, അത് പറയാനുള്ള സ്വാതന്ത്ര്യം വേണം, അത് കേൾക്കാനുള്ള ഒരു മനസ്സുള്ള ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാകണം. ഒരു കൊച്ചു പറയുന്നത് തെറ്റാണോ ശരിയാണോ എന്നുള്ളതല്ല പ്രധാനപ്പെട്ടത്. അവൻ ചിലപ്പോൾ തെറ്റായിരിക്കും പറയുന്നത്, അത് നമ്മുടെ വീക്ഷണത്തിൽ നിന്നാണ് തെറ്റാകുന്നത്. അവൻ്റെ വീക്ഷണത്തിൽ നിന്ന് അത് തെറ്റല്ല. കാരണം ഒപ്പീനിയനുകൾ ശരിയും തെറ്റുമാകുന്നത് നമുക്ക് തീരുമാനിക്കാൻ പറ്റത്തില്ല. കാരണം ഒരാൾക്ക് ഒരു കാര്യം ഇപ്പം ജസ്റ്റ് എക്സാമ്പിൾ, ഒരു കടലിൽ പോയി മീൻ പിടിക്കുന്ന ഒരു മനുഷ്യൻ, അല്ലെങ്കിൽ കടല എന്നൊരു സാഹചര്യം, അതിൽ പോയി മീൻ പിടിക്കാൻ ശ്രമിച്ച് അതിൽ മുങ്ങിപ്പോയി ജീവിതവും സ്വപ്നങ്ങളും നഷ്ടപ്പെട്ട ഒരു വ്യക്തിയുടെ വീട്ടിൽ ചെന്ന് ആ വ്യക്തിയുടെ വീട്ടിലെ കുഞ്ഞുങ്ങളോടും ഭാര്യയോടും ഈ കടൽ എങ്ങനെയുണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ അവരെന്തുത്തരം പറയും? അവർ പറയും കടൽ കൊള്ളത്തില്ല. കടൽ കൊള്ളത്തില്ല എന്ന് പറയാനായിട്ട് അവർക്ക് 100 കാരണങ്ങളുണ്ട്. കാരണം അതവരുടെ ജീവിതം നശിപ്പിച്ചു, അതവരുടെ സ്വപ്നങ്ങൾ നശിപ്പിച്ചു, അതവരുടെ എല്ലാം നശിപ്പിച്ചു. എന്നാൽ ഇതേ കടലിൽ പോയി ഇതിൻ്റെ ഡീപ്പ് ഓഷനിൽ ചെന്ന് മുത്തും പവിഴവും വാരിയെടുത്ത് വിൽക്കുന്ന ഒരു രത്നവ്യാപാരിയുടെ വീട്ടിൽ നിന്ന് ചെന്ന് നിങ്ങൾ ചോദിച്ചാൽ അയാൾ എന്ത് പറയും? ഈ സെയിം കടലിനെക്കുറിച്ച്, ഈ സെയിം സാഹചര്യത്തെക്കുറിച്ച് അയാളും അയാളുടെ ഭാര്യയും മക്കളും പറയും, ഈ കടലാണ് ഞങ്ങളുടെ എല്ലാം. ഈ കടലില്ലായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഇത്ര സൗഭാഗ്യകരമായ ജീവിതം ജീവിക്കാൻ പറ്റത്തില്ല. ഇവിടെ എവിടെയാണ്, ഏത് വീക്ഷണകോണിലാണ് തെറ്റുപറ്റിയത്? ഓരോരുത്തർക്കും കടൽ എങ്ങനെ അനുഭവപ്പെട്ടു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടുപേരുടെ ഒപ്പീനിയൻ രണ്ടാണ്. കടലിൽ നിന്ന് ദുരിതമുണ്ടായ ആൾ കടലിനെക്കുറിച്ച് സംസാരിച്ചത് മോശമായ രീതിയിലാണെങ്കിൽ, കടലിൽ നിന്ന് നേട്ടമുണ്ടാക്കിയ ആൾ സംസാരിച്ചത് കടലിലെ അവരുടെ ജീവിതത്തിലുണ്ടായ നേട്ടങ്ങളെക്കുറിച്ചാണ്. അപ്പം ഒപ്പീനിയൻ എന്ന് പറയുന്നത് എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. ഒരു കൊച്ചിൻ്റെ കാഴ്ചപ്പാടിൽ നിന്ന് കാണുന്ന വീക്ഷണമായിരിക്കത്തില്ല ചിലപ്പോൾ വലുതാവും. കാരണം അവൻ്റെ അറിവും കഴിവും അവൻ്റെ ശേഷിയും അവൻ്റെ ലോക പരിജ്ഞാനവും വെച്ച് അവൻ പറയുന്നത്.
അതുകൊണ്ട് അത് തെറ്റാന്ന് പറയാൻ പറ്റുമോ? ഇല്ല, അവൻ്റെ അനുഭവം അറിവും അത്രയേ ഉള്ളൂ. അപ്പം നമ്മൾ പുതിയ ഐഡിയോളജി കൊടുക്കുക വേണ്ടേ? അപ്പോഴും അവൻ്റെ അഭിപ്രായത്തെ നിരുത്സാഹപ്പെടുത്താതെ അവന് മുന്നോട്ട് പോകാനുള്ള അറിവിൻ്റെ ലോകം തുറന്നു കൊടുത്ത് നമ്മൾ എന്തുകൊണ്ട് ഈ അഭിപ്രായം പറയുന്നു എന്ന് അവനെ ബോധ്യപ്പെടുത്തുക ചെയ്യണ്ടേ. ഇങ്ങനെയാണ് ഒരു വളർച്ച ഉണ്ടാകട്ടെ. ഈ കോൺഫിഡൻസ് കുറയാനുള്ള ഒന്നാമത്തെ കാരണം, നമ്മൾ സ്കൂളിൽ ആ കാലഘട്ടത്തിൽ ഒരു 3-4 പേർക്കും നന്നായിട്ട് പെട്ടെന്ന് പെർഫോം ചെയ്യാൻ പറ്റുമായിരിക്കും. അവർക്ക് കൂടുതൽ പ്രാധാന്യവും ബാക്കിയുള്ളവരെല്ലാം അവരെ നോക്കി ജീവിക്കേണ്ടവരാണെന്നും ഒരു തോന്നലായിരുന്നു. കാരണം ശരിയാണ്, ഒന്നാമത് നന്നായിട്ട് പാട്ട് പാടാൻ കഴിവുള്ളൊരു കൊച്ചിനെ സംബന്ധിച്ച് അവൻ പാടുന്ന പോലെ പാടാൻ ബാക്കിയുള്ളവർക്ക് കഴിവില്ലായിരിക്കും. അല്ലെങ്കിൽ നന്നായിട്ട് നൃത്തം ചെയ്യാൻ സാധിക്കുന്ന ഒരാൾക്ക് നൃത്തം ചെയ്യാൻ സാധിക്കുന്നത് പോലെ ബാക്കിയുള്ളവർക്ക് പറ്റത്തില്ലായിരിക്കും. കാരണം അയാളുടെ കീ സ്കില്ലാത്. പഠനത്തിലായിക്കോട്ടെ, സയൻസിൽ പെർഫെക്ഷൻ ആകാൻ പറ്റുന്ന ആൾക്ക് ചിലപ്പം മാത്തമാറ്റിക്സിൽ അത്രയും നേടാൻ പറ്റത്തില്ല. മാത്തമാറ്റിക്സിൽ പെർഫെക്ഷൻ ഉണ്ടെങ്കിൽ ചിലപ്പം ഹിസ്റ്ററി ഒന്നും അത്രയും വഴങ്ങത്തില്ല. ചിലപ്പം എല്ലാവർക്കും നല്ലൊരു ഉന്നതമായ സ്ഥാനത്ത് നിൽക്കുന്ന കുറേ കുട്ടികൾ കാണും, സെക്കൻഡ് ഗ്രേഡിൽ നിൽക്കുന്ന കുറേ കുട്ടികൾ കാണും, ബാക്ക് ഗ്രേഡിൽ നിൽക്കുന്ന കുറേ കുട്ടികൾ കാണും. ഓരോരുത്തർക്കും കിട്ടുന്ന പ്രോത്സാഹനത്തിൻ്റെ തോതനുസരിച്ച് അവർ ആ മേഖലകളിൽ ചിലപ്പം അഗ്രഗണ്യരായി മാറും. എന്ന് വെച്ച് പുറകിൽ നിൽക്കുന്ന അല്ലെങ്കിൽ കുറച്ച് അത്രയും പെർഫോം ചെയ്യാൻ സാധിക്കാത്ത ആൾക്കാരെല്ലാം മണ്ടന്മാരാണ് എന്നാണോ ചിന്തിക്കുന്നത്? ഇല്ല, സ്കില്ലുകളുടെ ഒരു കളക്ഷനാണ് ഒരു സ്കൂൾ എന്ന് പറയുന്നത്. അതിൽ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം നമ്മൾ വ്യക്തികളെ കാണാതെ പഠിക്കാൻ ഒരു മനോരമയുടെ പണ്ട് ഒരു പേപ്പറുണ്ട്, വാട്ട് ഹാപ്പൻ ടു ദ റാങ്ക് ഹോൾഡേഴ്സ് എന്നാണ് അതിൻ്റെ ചോദ്യം. ആ ചോദ്യത്തിന് അവർ തേടിയ ഉത്തരമാണ്. അതായത് 10 വർഷത്തെ പഠനം അവരെടുത്ത് നടത്തിയിട്ട് അവർ നോക്കി ഈ റാങ്കുകാരെല്ലാം എന്തു പറ്റി, റാങ്ക് ഹോൾഡേഴ്സിനൊക്കെ എന്തു പറ്റി. കാരണം പല കവലകളിലും മൂലകളിലും ഫോട്ടോകളായിട്ട് വന്നിരുന്ന പല കുട്ടികൾക്കും പിന്നീട് എന്ത് സംഭവിച്ചു? മനോരമയുടെ കണ്ടുപിടുത്തം വളരെ പത്തറ്റിക്കായിരുന്നു, വളരെ വിഷമം ഉണ്ടാക്കുന്നതായിരുന്നു. കാരണം ആ കുഞ്ഞുങ്ങളെല്ലാം ആത്മഹത്യ ചെയ്തു. അതായത് ഒരു കാലഘട്ടത്തിൽ റാങ്ക് ഹോൾഡേഴ്സായി കവലയിലും ഇതിലുമൊക്കെ വലിയ ഫേമസ് ആയിരുന്ന ആളുകളെല്ലാം പിന്നീട് ഒരു കാലഘട്ടം വന്നപ്പം ജീവിതത്തിലെ പ്രശ്നങ്ങളോട് പിടിച്ചു നിൽക്കാൻ പറ്റാതെ എല്ലാവരും ആത്മഹത്യ ചെയ്തു. അതോടുകൂടി ആ റാങ്ക് എന്ന് പറയുന്ന പരിപാടി നിർത്തിയിട്ട് ഗ്രേഡിലേക്ക് മാറിയത്. അവരൊക്കെ അതിനെക്കുറിച്ച് നടത്തിയ സർവേയും അതിനെക്കുറിച്ച് പിന്നീട് വന്ന പഠനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അങ്ങനെയൊക്കെ മാറ്റിയത്. അപ്പോൾ പഠനം എന്ന് പറയുന്നത് മാത്രം എല്ലാമല്ല. പിന്നെ ഒരു കൊച്ച് എന്തുകൊണ്ട് പഠിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ എന്തുത്തരം പറയും? ആ കൊച്ചിനതിൽ ഇൻട്രസ്റ്റ് ആയിട്ടില്ല. ഇൻട്രസ്റ്റ് ആണെങ്കിൽ അവൻ വിടുവോ? ഇൻട്രസ്റ്റ് ആണെങ്കിൽ അവൻ പഠിക്കാതിരിക്കുമോ? കാരണം അവൻ്റെ ഇൻട്രസ്റ്റ് ഉണ്ടാകുന്ന മേഖല പല രീതിയിലായിരിക്കും. ആ കാര്യത്തെക്കുറിച്ച് അവന് തന്നെ ആഗ്രഹം തോന്നാതെ അവൻ പഠിച്ചാൽ ശരിയാകത്തില്ല. പിന്നെ എന്താ, ഈ ഉന്നതമായ സ്ഥാനത്ത് നിൽക്കുന്നവർക്ക് എല്ലാത്തിനെക്കുറിച്ച് ഒരു മിതമായ നോളജ് ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം എല്ലാം ആവുന്നുണ്ടോ? പലപ്പോഴും പുറകിൽ നിൽക്കുന്ന ആളുകൾ പിന്നീട് ഒരു കാലഘട്ടം കഴിഞ്ഞ് നമ്മൾ നോക്കുമ്പം ഏറ്റവും മുന്നിലാകുന്നുണ്ട്. എവിടെയാണ് അവർക്ക് ആ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായത്? ആ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് അവർക്ക് അതിനോടുള്ള ഇൻട്രസ്റ്റ് ഉണ്ടായി, അവരതിനു വേണ്ടിയിട്ട് ശ്രമിച്ചു എന്നുള്ളതാണ്. അപ്പം നമ്മുടെ വിദ്യാലയങ്ങളിൽ ഈ കോൺഫിഡൻസ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഏറ്റവും അത്യാവശ്യമായ കാര്യമാണ്. കാരണം ഒരു കൊച്ചിനെ പഠനത്തിൻ്റെയോ നിറത്തിൻ്റെയോ ഭാഷയുടെയോ വസ്ത്രത്തിൻ്റെയോ കുടുംബ മഹിമയുടെ പേരിൽ മാറ്റി നിർത്താതെ എല്ലാവരെയും ഒന്നായി കാണാനും എല്ലാവരിലും കഴിവുണ്ടെന്ന് ചിന്തിപ്പിക്കാനുമാണ് ഈ കോൺഫിഡൻസ് ഉണ്ടാകേണ്ടത്. അതായത് ചില കുട്ടികളോട് നമ്മൾ സംസാരിക്കുമ്പം അല്ലെങ്കിൽ ക്ലാസ്സിൽ വന്ന് ഒരു പ്രസംഗം പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് വിഷമവും നാണവും ദേഷ്യവും അരിശവും ഒക്കെ ഉണ്ടാവും. പക്ഷേ എന്താ ഒരു അധ്യാപകൻ എന്ന നിലയിൽ ആൾക്കാർ ചെയ്യേണ്ടത്? അവരെ പ്രോത്സാഹിപ്പിക്കുക തന്നെയാണ് വേണ്ടേ, നോ ഓപ്ഷൻ. അവർ എന്തെങ്കിലും പറഞ്ഞിട്ടേ പോകാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാലോ അതിന് ചിലപ്പോൾ നിർബന്ധം ആവശ്യം. അതിനൊക്കെയാണ് ശിക്ഷണം എന്ന് പറയുന്നത്.
പ്രോത്സാഹിപ്പിച്ച് ചെയ്തിട്ടേ പോകാൻ പറ്റത്തുള്ളൂ എന്ന അവസ്ഥ ഉണ്ടാക്കി കൊടുക്കുക. അവരെ പ്രോത്സാഹിപ്പിച്ച് ചെയ്യുക. ഡാൻസ് കളിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഡാൻസ് കളിപ്പിക്കുക. ഡാൻസ് കളിയൊക്കെ ഒരു ആവശ്യമാണ് പിള്ളേരെ സംബന്ധിച്ച്. കാരണം അവരുടെ കോൺഫിഡൻസും അവരുടെ താല്പര്യങ്ങളും പുറത്തെടുക്കാനുള്ള, അവർക്ക് ഓപ്പൺ ആകാനുള്ള അവസരം അതല്ല. പണ്ട് ഞാനും ചിന്തിച്ചത് സുംബ ഡാൻസ് ഒക്കെ വരുമ്പം പിള്ളേർക്ക് ഒരുപാട് ഓപ്പണായിട്ട് അവരുടെ ഒരു ശേഷി പ്രകടിപ്പിക്കാനുള്ള, അവരുടെ ഒരു കോൺഫിഡൻസോടെ എല്ലാം മറന്ന് നൃത്തം ചെയ്യാനുള്ള ഒരു കഴിവൊക്കെ ഉണ്ടാവുന്നു. അതൊക്കെ അതിനൊക്കെ എന്തോരം ക്രിറ്റിസിസമാണ് നേരിടുന്നത്. ശരിക്കും അതൊക്കെ വേണ്ടതല്ലേ? ഒന്ന് ഉയർന്ന് ചിന്തിച്ചേ. നമ്മൾ പുറകോട്ട് പോവുകയല്ല. നമ്മുടെ ഉദ്ദേശം നമ്മുടെ കാലഘട്ടത്തിൽ വളർന്നു വന്ന അതേ സാഹചര്യവും അതേ പ്രശ്നങ്ങളും ഒന്നുമല്ല. ഇന്ന് പിള്ളേർ ഉയർന്നു വളരണമെങ്കിൽ അവർ നന്നായിട്ട് സംസാരിക്കുന്നവരായിരിക്കണം. നല്ല കോൺഫിഡൻസോടുകൂടി കാര്യങ്ങൾ പറയാൻ പറ്റണം. അവർ പുറത്തേക്ക് കൊണ്ടുവരുന്ന വിശ്വാസങ്ങളെയും അവർ പുറത്തേക്ക് പറയുന്ന ഒപ്പീനിയനുകളെയും ബഹുമാനിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടാകണം. ഒപ്പം അതുപോലെ ഒപ്പീനിയൻ പറയാനുള്ള ബാക്കിയുള്ളവരുടെ അവസരം, കാരണം നമുക്ക് അനുകൂലമായിട്ട് തോന്നിയ ഒരു കാര്യത്തെ റിജക്റ്റ് ചെയ്യാൻ നമുക്ക് ഒപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കും അവകാശമുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പം ഒപ്പീനിയൻ പരമായിട്ട് ആശയപരമായ സംഘടനമായിരിക്കണം, അല്ലാതെ വ്യക്തിപരമായ സംഘടനമായിരിക്കരുത്. കോൺഫിഡൻസോടുകൂടി കാര്യങ്ങൾ പറയാനും അതിൽ തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ അതിനെതിരെ ഒരു അഭിപ്രായം ഉണ്ടാകുമ്പോൾ അവനെ ടോളറൻസോടുകൂടി സ്വീകരിക്കാനും പറ്റണം. നമ്മുടെ ആശയത്തെ നിലനിർത്തിക്കൊണ്ട് അതിനെ ഉൾക്കൊള്ളാതിരിക്കാൻ പറ്റുന്ന രീതിയിൽ ടോളറൻസ് നമുക്കുണ്ടാകണം. നമ്മൾ നമ്മുടെ ആശയത്തിന് വേണ്ടിയിട്ട് മുന്നോട്ട് നിൽക്കുമ്പം ഓപ്പോസിറ്റ് നിൽക്കുന്നവനും പറയാനുള്ള അവകാശമുണ്ട്. ഡെമോക്രസിയുടെ സൗന്ദര്യം എന്ന് പറയുന്നത് ഭൂരിപക്ഷങ്ങളുടെ തീരുമാനത്തെ മാത്രം ഉൾക്കൊള്ളുന്നതല്ല, അതിലെ ന്യൂനപക്ഷങ്ങളുടെ ഒപ്പീനിയനെയും ഉൾക്കൊള്ളുന്നത് തന്നെയാണ്. അതുകൊണ്ടാണ് ഭരണപക്ഷം പോലെ പ്രതിപക്ഷവും ഇവിടെ പ്രധാനപ്പെട്ടതാകുന്നത്. അന്ധമായ നമ്മുടെ വിശ്വാസങ്ങളെ മാത്രം വെച്ചുകൊണ്ട് നമുക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഒപ്പം എതിരെ ഒരു വീട്ടിൽ ഒരാൾക്ക് അയാളുടെ അമ്മ പ്രധാനപ്പെട്ടതാ, അല്ലെങ്കിൽ അയാളുടെ കുടുംബ ബന്ധങ്ങൾ പ്രധാനപ്പെട്ടതാ. നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്നവർക്കോ അവർക്ക് അവരുടെ കുടുംബവും പ്രധാനപ്പെട്ടതാ. നമ്മൾ നമ്മുടെ മാതാപിതാക്കളെ കരുതുന്ന പോലെ, നമ്മുടെ ബന്ധുമിത്രാദികളെ സ്നേഹിക്കുന്ന പോലെ അയാളുടെ ബന്ധുമിത്രാദികളെ സ്നേഹിക്കുന്നുണ്ട്. അതായത് നമ്മുടെ ബന്ധുമിത്രാദികൾ മാത്രമാണ് പ്രധാനപ്പെട്ടതെന്നും അവരെ മാത്രമേ ബഹുമാനിക്കാവുള്ളൂ എന്നും ഞാൻ അവരെ സ്നേഹിക്കുന്ന പോലെ ബാക്കിയുള്ളവരും അവരെ സ്നേഹിക്കണമെന്ന് പറയുന്നിടത്ത് പ്രശ്നം. കാരണം ഇയാൾക്ക് ഇയാളുടെ മാതാപിതാക്കളെ ബഹുമാനിക്കാനും ഇവരെ നോക്കാനുള്ള കടപ്പാടുള്ളതുപോലെ മറ്റേയാളുടെ മാതാപിതാക്കളെയും ബഹുമാനിക്കാനുള്ള കടപ്പാടുണ്ട്. എൻ്റെ ഭാഷ എനിക്ക് അനുകൂലമാകുന്നത് പോലെ മറ്റേയാളുടെ ഭാഷ അയാൾക്കും അനുകൂലമാകും, അല്ലെങ്കിൽ അനുകൂലമാകണം. അതുകൊണ്ടാണ് ടോളറൻസ് എന്ന് പറയുന്ന ഒരു ആശയം ഡെമോക്രസിയിൽ അന്തർലീനമായിട്ട് കിടക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഓർക്കുക, കോൺഫിഡൻസ് എന്ന് പറയുന്നത് നമ്മുടെ കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ആ കോൺഫിഡൻസ് ഉണ്ടാക്കി കൊടുക്കുന്നതിന് നമ്മുടെ ശിക്ഷാരീതികൾ വളരെ പ്രധാനപ്പെട്ടതായി മാറേണ്ടതുണ്ട്. എന്തും തെറ്റിക്കോട്ടെ, പക്ഷേ കോൺഫിഡൻസോടുകൂടി, ധൈര്യത്തോടുകൂടി, അവൻ്റെ ബോധ്യത്തിനനുസരിച്ച് സംസാരിക്കാനും തുറന്നു പറയാനും ഒരു കൊച്ചിന് കഴിവുണ്ടാക്കി കൊടുക്കുക എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട. ഒപ്പം ബാക്കിയുള്ള പ്രശ്നങ്ങളെ ഉൾക്കൊള്ളാനും അവന് ശേഷിയുണ്ടാകണം. നമ്മൾ വ്യക്തികളോടല്ല ബഹളം, നമ്മൾ ആശയപരമായിട്ടാണ് നേരിടുന്നത്. അത് പറഞ്ഞു എന്ന് അതായത് ഒരാൾ അയാൾക്ക് ശരിയല്ല എന്ന് തോന്നിയ ആശയം പറഞ്ഞു എന്ന് പറഞ്ഞ് ആ വ്യക്തിക്കെതിരെ തിരിയുക എന്ന് പറയുന്നത് കഴിവില്ലായ്മയുടെ അടിസ്ഥാനമാണ്. കാരണം ആശയത്തെ ആശയം കൊണ്ട് നേരിടാൻ പഠിക്കണം. വ്യക്തിപരമായ ബന്ധങ്ങളിൽ അതിന് സ്ഥാനമില്ല. ഇവിടെ ആശയപരമായ സംഘടന, അതൊക്കെ വിദേശ രാജ്യങ്ങളിൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും. അവിടെയൊക്കെ ഒരു അഭിപ്രായം പറഞ്ഞു എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഒരു വ്യക്തിയെ ആരും കൊച്ചായിട്ട് കാണുന്നില്ല, അല്ലെങ്കിൽ ചെറുതായിട്ട് കാണുന്നില്ല. അത് വ്യക്തിയല്ലത്, വ്യക്തിയുടെ ഉള്ളിൽ നിൽക്കുന്ന ആശയമാണ്.
ഇങ്ങനെയുള്ള കാര്യത്തിലൊക്കെയാണ് വർഗബോധം എന്ന് പറയുന്നൊരു സംഭവം. വർഗബോധം എന്ന് പറയുന്നത് എന്താ? ഹ്യൂമാനിറ്റിയാണ്. എന്തൊക്കെ പ്രശ്നം പറഞ്ഞാലും മനുഷ്യൻ എന്ന മാനവികതയിൽ ഊന്നി നിന്നേ മനുഷ്യന് ജീവിക്കാൻ പറ്റത്തുള്ളൂ. അതിന് ഹ്യൂമാനിറ്റി എന്ന് പറയും. ഈ വർഗബോധം ഒരു വ്യക്തിക്ക് നഷ്ടപ്പെട്ടാൽ എല്ലാം തീർന്നു. ഞാനൊരു മനുഷ്യകുലത്തിൻ്റെ ഭാഗമാണെന്നും മാനവികത എന്ന ഒന്ന് ഉണ്ടെന്നും മനുഷ്യനെ മനുഷ്യനായിട്ട് തന്നെ കാണണമെന്നും നമ്മൾ പഠിച്ചിരിക്കണം. കാരണം എൻ്റെ ശരീരത്തിൽ നിന്ന് എങ്ങനെ ചോര വീഴുമ്പം എന്ത് വേദന എനിക്കുണ്ടാവുന്നോ അതേ വേദന ആരുടെ ശരീരത്തിൽ നിന്ന് വീണാലും ഉണ്ടാവും. അവിടെ നിറം, മതം, ജാതി, ഭാഷ ഒന്നുമില്ല. കാരണം എനിക്കെൻ്റെ കുഞ്ഞ് എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് ലോകത്തുള്ള എല്ലാ മാതാപിതാക്കൾക്കും അവരുടെ കുഞ്ഞ്. ഈ പരമസത്യത്തെ നമ്മൾ ഉൾക്കൊള്ളണം. അതാണ് മാനവികത എന്ന് പറയുന്നത്. ഒന്ന് ശ്രദ്ധിച്ചേ, മൃഗങ്ങൾക്ക് പോലും ഇല്ലേ ഈ വർഗബോധം. ഒരു 10 എരുമകളെ പല സ്ഥലങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന് നിങ്ങളൊരു കണ്ടത്തിലേക്ക് ഇറക്കി വിട്ടേ, അവരെല്ലാവരും ഒരുമിച്ച് നിൽക്കും. വർഗബോധ. ഇനി ഒരു പന്നിക്കുഞ്ഞിനെ അല്ലെങ്കിൽ ഒരു കോഴിക്കുഞ്ഞിനെ ഒരു താറാങ്കുഞ്ഞിനെ നിങ്ങളൊന്ന് ഇറക്കി വിട്ടേ, 10 സ്ഥലങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന് ഇവരെല്ലാം ഒരുമിച്ച് നിൽക്കും. എന്താ വർഗബോധ? ഈ വർഗബോധം ആരെങ്കിലും പഠിപ്പിച്ചതാണോ? ഇല്ല. അത് അവരുടെ നാച്ചുറൽ എബിലിറ്റിയാണ്. ഈ നാച്ചുറൽ എബിലിറ്റി മനുഷ്യന് വേണം. വർഗബോധം ഏത് കുലത്തിലാണ്, ഏത് കാസ്റ്റിലാണ് നമ്മൾ ചിന്തിക്കുന്നതെന്നല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. മാനവികത എന്ന ഏക വർഗബോധം. ഓർക്ക് ഇത്രയും വിശേഷ ബുദ്ധിയായ മനുഷ്യന് ഒരു മൃഗങ്ങളോളം ബുദ്ധിയില്ലെങ്കിൽ, അല്ലെങ്കിൽ മൃഗങ്ങളോളം അറിവില്ലെങ്കിൽ പറഞ്ഞിട്ട് എന്താ കാര്യം? എന്ത് അറിവുണ്ടായിട്ട് എന്താ കാര്യം? എന്ത് കഴിവുണ്ടായിട്ട് എന്താ കാര്യം? ഇതുപോലെ തന്നെയാണ് ഈശ്വരനെ തേടിയുള്ള യാത്രയും. ഒരുപാട് മതങ്ങളുടെ, ഒരുപാട് റിലീജിയനുകളുടെ, ഒരുപാട് സംസ്കാരങ്ങളുടെയൊക്കെ ഒരു ലോകമാണ് ഇന്ന് കാണുന്നത്. ഏത് മതം എടുത്തോ, ഏത് മതവും അതിൽ തന്നെ പൂർണ്ണമല്ല. പൂർണ്ണമല്ലാത്തതിൻ്റെ കാരണം എന്താ? കാരണം മനുഷ്യൻ്റെ തലച്ചോറിൽ നിന്നുണ്ടായ കാര്യങ്ങൾ അതല്ല. അല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അതെ, ഇനി എന്താണ് പ്രപഞ്ചമെന്ന് നമ്മൾ ചിന്തിച്ചാലേ നമുക്കതിൻ്റെ ഒരു നമ്മൾ എത്ര ചെറുതാണെന്ന് മനസ്സിലാവുള്ളൂ. എന്താ പ്രപഞ്ചം? നമ്മുടെ മിൽക്കി വേ എന്ന് പറയുന്ന ഗാലക്സിയിൽ എത്ര സ്റ്റാർ ഉണ്ട്? 100 ബില്യൺ സ്റ്റാർ. 100 ബില്യൺ എന്ന് പറയുന്നത് മാക്സിമം അത്രേ പറയാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ്, അതൊന്നുമല്ല, അനന്തമാണ്. ഇനി അങ്ങനെ എത്ര ഗാലക്സി ഉണ്ട്? അതും 100 ബില്യൺ എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ അനന്തമാണ്, എണ്ണി തീർക്കാനൊന്നും പറ്റത്തില്ല. മിൽക്കി വേ ഗാലക്സിയിലെ ഒരു സ്റ്റാറാണ് സൺ. ആ സ്റ്റാറിന് ചുറ്റും കിടക്കുന്ന 9 ഗ്രഹങ്ങളെക്കുറിച്ച് മാത്രമേ നമുക്കൊരു അറിവുള്ളൂ, നമ്മുടെ അറിവെത്തിയിട്ടുള്ളൂ. അതിൽ തന്നെ ചൊവ്വ വരെ ചെന്നിട്ടുള്ളൂ. അപ്പോൾ ഓർക്ക് എത്ര ലിമിറ്റഡാണ് നമ്മുടെ നോളജ് എന്ന്. അപ്പോഴാണ് 100 ബില്യൺ സ്റ്റാർ ഈ ഗാലക്സി മാത്രമുണ്ട്. സൂര്യനെ പോലെ 100 ബില്യൺ സൂര്യൻ. എത്ര ഗാലക്സി ഉണ്ട്? അതുമുണ്ട് 100 ബില്യൺ. അപ്പോൾ ഇത്രയും മഹാപ്രപഞ്ചത്തെ സൃഷ്ടിച്ച, ഇത്രയും വലിയ മഹാപ്രപഞ്ചത്തിൻ്റെ എല്ലാ സിസ്റ്റത്തെയും ഒരു പ്രശ്നവുമില്ലാതെ കൊണ്ടുപോകുന്ന ഒരു മഹാബ്രെയിൻ ഇതിൻ്റെ പുറകിലുണ്ട്. ഒരു മനുഷ്യൻ്റെ സങ്കല്പത്തിനോ ചിന്തയ്ക്കോ കഴിവിനോ എത്തിച്ചേരാൻ പറ്റാത്ത വിധത്തിലുള്ള ഒരു ബ്രെയിൻ ഇതിൻ്റെ എല്ലാം പുറകിലുണ്ട്. ആ ബ്രെയിന് നമ്മൾ ഡെഫിനിഷൻ ചെയ്യാൻ നോക്കിയാൽ നടക്കുമോ? നമുക്ക് ഒരു കെമിസ്ട്രി ഈ പഠിപ്പിക്കുന്ന ഒരാളോട്, അല്ലെ കെമിസ്ട്രിയിൽ അറിവുള്ള ഒരാളോട് കെമിസ്ട്രിയെക്കുറിച്ച് ചോദിച്ചാൽ കെമിസ്ട്രീനെ കുറിച്ച് പറയും. ഫിസിക്സിൽ അറിവുള്ള ആളോട് ഫിസിക്സിനെ ചോദിച്ചാൽ ഫിസിക്സിനെ കുറിച്ച് പറയും. ഈ കമ്പാർട്ട്മെൻ്റൽ നോളജാണ് നമ്മുടെ നോളജ് പോലും. കാരണം ഇതെല്ലാം കൂടി പഠിച്ചിട്ട് സമഗ്രമായ ഒരു നോളജ് ഉള്ള ഒരു വ്യക്തി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. നമ്മുടെ ചുറ്റും കിടക്കുന്ന കമ്പാർട്ട്മെൻ്റൽ നോളജിനെ കൂട്ടിച്ചേർത്ത് 10-100 പേരിരുന്ന് ചിന്തിച്ചാലേ ഒരു കാര്യം സെറ്റാക്കാൻ പറ്റത്തുള്ളൂ. അപ്പം നമ്മുടെ നോളജ് പോലും കമ്പാർട്ട്മെൻറ്റഡാണ്. അപ്പോഴാണ് എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു നോളജിനെ ഉണ്ടാക്കിയ വ്യക്തിയെ നമ്മൾ തേടി അതിനെ ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്. നടക്കുമോ? ഈശ്വരൻ എന്ന സങ്കല്പം ഉണ്ട്, ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്.
പക്ഷെ അതിന് നമ്മൾ കാണുന്ന ഒരു ഭാഷയിലോ നമ്മൾ കാണുന്ന ഒരു ഡെഫിനിഷനിലോ ഒതുക്കി നിർത്താൻ നോക്കിയാൽ ഓർക്കുക, പ്രപഞ്ചത്തിൻ്റെ റൂള് പോലും നമ്മൾ വിചാരിക്കുന്ന റൂളുകളല്ല. ആ റൂളുകൾക്കെല്ലാം ഉടയവനായവനെ നമ്മൾ ഒരു റൂളിലൂടെ ഒതുക്കാൻ നോക്കിയാൽ നടക്കുമോ? ഇവിടെ വേണ്ട സംസ്കാരം എന്ന് പറയുന്നത് വർഗബോധവും പരസ്പര ബഹുമാനങ്ങളും ഒക്കെയാണ് വേണ്ടേ. കാരണം ആർക്കും പൂർണ്ണതയിലേക്ക് എത്താൻ പറ്റത്തില്ല. ആരും എന്ത് നോളജിനെ കുറിച്ച് പറഞ്ഞാലും അത് പൂർണ്ണമാകത്തില്ല. ഒരു കാലഘട്ടം കഴിയുമ്പോൾ അതിനെ അതിനെ ഓവർടേക്ക് ചെയ്യുന്ന അടുത്ത നോളജ് വരും. ഇതുവരെ നമ്മൾ കണ്ട കാര്യങ്ങളൊന്നും ശരിയാകണമെന്നില്ല. അതുകൊണ്ട് ഈ ആധുനിക കാലത്ത് ജീവിക്കണമെങ്കിൽ നമുക്ക് വേണ്ടത് വളരെ കോൺഫിഡൻസോടെ കാര്യങ്ങൾ പറയാനുള്ളൊരു ശേഷിയും ആ കോൺഫിഡൻസോടെ പറയുന്ന കാര്യങ്ങളെ ഉൾക്കൊള്ളാനും അത് അടിച്ചമർത്താനുള്ളതല്ലെന്നും അതിന് പുറകിൽ നിൽക്കുന്നത് ഒരു വ്യക്തിയല്ല, ഒരു ആശയമാണെന്നും ആ ആശയം ആരുടെയും പൂർണ്ണമായിട്ട് ശരിയല്ലെന്നും, കാരണം എവിടെ വേണേലും പ്രത്യേകതകൾ ഉണ്ടാകാമെന്നും ഏറ്റക്കുറിച്ചിലുകൾ ഉണ്ടാകാമെന്നുള്ള അവബോധം നമുക്കുണ്ടാകണം. ആ അവബോധത്തിൽ നിന്ന് മാനവികതയിൽ ഊന്നി നിൽക്കുന്ന ഒരു ജീവിത സംസ്കാരം കെട്ടിപ്പടുത്താനായിട്ട് നമുക്കെല്ലാവർക്കും കഴിയണം. ഇതാണ് കാലഘട്ടത്തിൻ്റെ ആവശ്യം. എല്ലാ മതങ്ങളെയും എല്ലാ ഭാഷകളെയും എല്ലാ ജീവിത നിലവാരങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ട് മാനവികതയിൽ ഊന്നി നിൽക്കുന്ന ഒരു സംസ്കാരം നമുക്ക് പടുത്തുയർത്തണം. അതാണ് ലോകത്തിനും കാലഘട്ടത്തിനും ഒക്കെ ആവശ്യം.